നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി അനുഭവപ്രാപ്തി വന്നു ചേരുവാനും, തന്മൂലം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ പരീക്ഷ എഴുതാനും അഥവാ പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ ശോഭിക്കാനും സാധിക്കും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കത്തക്ക വിധത്തിൽ ഉദ്യോഗമാറ്റം, ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള സ്ഥാനമാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. തൊഴിൽ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും, ഇനി ജൂൺ മാസം മുതൽ സ്വല്പം കൂടി പണം മുതൽ മുടക്കുക, അല്ലെങ്കിൽ ചില മേഖലകളെല്ലാം നിർത്തലാക്കി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തി കൊണ്ടുപോകുവാനും വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടും. കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യതയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി തീരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് അതായത് ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അവസരം ഉണ്ടാകും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പുണ്യതീർത്ഥയാത്രകൾ, വിനോദയാത്രകളെല്ലാം തന്നെ ഈ മെയ് മാസത്തിൽ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. നിലവിലുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച പോലെ ഉയർച്ച ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ പാഠ്യപദ്ധതിക്ക് വിചാരിച്ച പോലെ നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മക്കളെ മറ്റൊരു വിദ്യാലയത്തിൽ പഠിക്കാനായിട്ട്, ഉപരിപഠനത്തിനായിട്ട് ചേർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചുകൊണ്ട് ഒരുപക്ഷെ ജൂൺ മാസത്തിലെ തുടക്കം കുറിക്കുവാനിടവരികയുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രാരംഭ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധ്യതയുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിതാഭിലാഷങ്ങളും പ്രവർത്തന ശൈലിയും ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങളും സ്വന്തം നിലയിൽ അവലംബിക്കുവാനും അത് അനുവർത്തിക്കുവാനും തീരുമാനിക്കും. ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും വേണ്ടി വരുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യത കാണുന്നു. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചികിത്സ ഫലിക്കുന്നത് വഴി ചർച്ചകളും യാത്രകളെല്ലാം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജോലിയോടൊപ്പം ഊഹക്കച്ചവടത്തിൽ പുറപ്പെടാം എന്ന് മനസ്സിൽ വിചാരിക്കുമെങ്കിൽ പോലും നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടവരും. ജന്മനാട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളെ അന്യനാട്ടിലേക്ക്, വികസിത രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം യാത്രയ്ക്കൊക്കെ വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം തേടിക്കൊണ്ട് അതിനൊരു തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും.
അവലംബിക്കുക എന്നൊരാശയം ഒരുപക്ഷെ 2-3 മാസത്തിനുള്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രാരംഭത്തിൽ ചില പണം കുറച്ചധികം ചെലവാക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയമേവ സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും ചെയ്യുന്ന പുതിയ ബൃഹത് പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള സമീപനം, നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതചര്യാക്രമങ്ങൾ പകർച്ചവ്യാധിയെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളെല്ലാം തന്നെ മംഗളകരമാക്കി തീർക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി നേട്ടത്തിനും യോഗമുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാർ ജോലികൾ പോലും വീണ്ടെടുക്കുവാനോ തിരിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ വന്നു ചേരുവാനോ സാധ്യത കാണുന്നുണ്ട്. കാര്യഗൗരവക്കുറവുള്ള ജോലിക്കാരെ പിരിച്ചുവിടുവാനും അതിലെ ചില ജോലിക്കാർക്കെല്ലാം പരിശീലനം കൊടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ അത് പ്രസ്ഥാനത്തിനും വ്യക്തിപരമായിട്ടും നേട്ടമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ളൊരു അവസരം ഈ മാസത്തിൽ ഒടുവിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും പരമാവധി ഈ ഒരു മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സെപ്റ്റംബർ മാസം മുതൽ 9 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണരൂപം മേലധികാരികൾക്ക് സമർപ്പിക്കുകയും ഉടമസ്ഥരെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി പൂർണ്ണ അനുമതിയോടുകൂടി മേലധികാരികളുടെ കൃത്യമായിട്ടുള്ളൊരു ദിശാബോധത്തോടുകൂടി പ്രയത്നിക്കാനും അതിനെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനിട വരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ജോലി സ്ഥലത്ത് സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു ദൂരദേശവാസം വേണ്ടി വരുവാനും ഇടയുണ്ട്. അനുരഞ്ജന ശ്രമം അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചു എങ്കിലും അന്യനാട്ടിൽ താമസിക്കുന്ന മക്കൾ വന്നു ചേർന്നാൽ മാത്രമേ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തൽക്കാലത്തേക്ക് 5-6 മാസത്തേക്ക് ഗൃഹപ്രവേശന കർമ്മം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം വന്നു ചേരുവാൻ ഇടയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളിൽ നിന്നും പിന്മാറുവാനോ അതിനെ അതിജീവിക്കാനോ സാധ്യത കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. ഉത്സാഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, മത്സരരംഗങ്ങൾ, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലെല്ലാം തന്നെ
അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നു. പൊതുവെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാ മേഖലകളിലും വളരെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് മെയ് മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് അനുഭവയോഗ്യമാകുവാൻ സാധ്യത കാണുന്നത്. നമസ്കാരം.